ഞാൻ ഏതാണ്ട് 40 വയസ്സ് പിന്നിട്ട ഒരു തികഞ്ഞ വണ്ടി പ്രാന്തനാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 5-6 വയസ്സുള്ളപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ അസുഖം. പിന്നെ എൻ്റെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ അസുഖം ഇങ്ങനെ കൂടിക്കൂടി വന്നു. ഇന്നിപ്പോൾ ഈ അസുഖത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ 1-2 വണ്ടി വീഡിയോ കണ്ടില്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം ആരംഭിക്കാൻ സാധിക്കത്തില്ല. തന്നെയുമല്ല, എല്ലാ ദിവസവും ഈ വാഹന ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ വാഹനങ്ങളുടെ ലോഞ്ചുകൾ, അല്ലെങ്കിൽ പുതിയ പുതിയ ട്രെൻഡുകൾ, ഇതൊക്കെ ഞാൻ നിരന്തരമായിട്ട് കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് അല്ലെങ്കിൽ 25 വർഷത്തോളമായിട്ട് നിരന്തരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ 25 വർഷം അല്ലെങ്കിൽ 30 വർഷമായിട്ട് ഈ വാഹന വിപണി അല്ലെ വാഹന ലോകം ഇങ്ങനെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ പല ട്രെൻഡുകളും കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 80s അവസാനം അല്ലെങ്കിൽ 90s തുടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹന വിപണിയിൽ വളരെ ചുരുക്കം കാറുകൾ, ഈ അംബാസഡർ കാറുകൾ അല്ലെങ്കിൽ പ്രീമിയർ പത്നി അല്ലെങ്കിൽ മഹീന്ദ്രയുടെ ചില ജീപ്പുകൾ പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ വാഹന വിപണി വളരെ ശുഷ്കമായിരുന്നു. തുടർന്ന് അങ്ങോട്ട് മാരുതി എൻട്രി ചെയ്തതോടുകൂടി സ്മോൾ കാറുകൾ, പ്രത്യേകിച്ചും 800 വരുന്നു. അപ്പോൾ ഈ 800 സാധാരണക്കാരൻ്റെ കാറാണ്, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന കാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോഞ്ച് ചെയ്തതെങ്കിലും സാധാരണ ഒരു ഇന്ത്യക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമൊന്നും ആയിരുന്നില്ല ആ കാലത്ത് 800. അതായത് അന്ന് നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർക്കൊക്കെയാണ് കാറെന്ന് പറയുന്ന കാര്യം. അത് ഇപ്പോൾ 800 ആയിക്കോട്ടെ, അംബാസഡർ ആയിക്കോട്ടെ, ഏത് വാഹനവും ഈ 90s വാങ്ങാൻ സാധിക്കത്തുള്ളായിരുന്നു. അങ്ങനെയാണ് 90കളുടെ പകുതിയൊക്കെ ആയപ്പോഴത്തേനും മാരുതി പതുക്കെ ക്ലച്ച് പിടിച്ചു തുടങ്ങി. പിന്നെ 800 അല്ലാതെ വേറെ പല ചെറിയ വാഹനങ്ങൾ, അതായത് മാരുതി സെൻ പോലെയുള്ള കാറുകളൊക്കെ ഇന്ത്യൻ വാഹന വിപണിയിലോട്ട് വരാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഈ സെന്നൊക്കെ വരുന്ന കാലത്തുമൊക്കെ ഒരുമാതിരി സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമായിരുന്നു അന്ന് വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെ പതിയെ ഈ 2000ൻ്റെ തുടക്കമൊക്കെ ആയപ്പോഴത്തേന് ഈ ഹാച്ച് ബാക്കുകൾ, അതായത് ചെറിയ ഹാച്ച് ബാക്കുകൾ 800 അല്ലെങ്കിൽ ഓൾട്ടോ, മാരുതി ഓൾട്ടോ, പിന്നെ അല്ലെങ്കിൽ സെൻ പോലുള്ള കാറുകൾ, പിന്നെ ഹൂണ്ടായുടെ ചില കാറുകളൊക്കെ ആ സമയത്ത് വരാൻ തുടങ്ങി. ഈ വാഹനങ്ങളൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലേക്കൊക്കെ വരാൻ തുടങ്ങി. തന്നെയുമല്ല, അപ്പർ ക്ലാസ്, അതായത് ഓൾറെഡി കാർ ഉണ്ടായിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാർ അഫോർഡ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരൊക്കെ സെഡാൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടക്കാൻ തുടങ്ങി. അക്കാലത്ത് പല സെഡാനുകളുണ്ട്. അത് വലിയ ഹൈ എൻഡ് സെഡാനുകൾ, ബെൻസിൻ്റെയും കോണ്ടസായുടെയൊക്കെ സെഡാനുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ മാരുതി എസ്റ്റീം എന്ന് പറഞ്ഞൊരു സെഡാൻ കൊണ്ടുവന്നു. ആ സമയത്ത് മാരുതി എസ്റ്റീം അല്ലാതെ അതിനൊപ്പം നിൽക്കുന്ന വേറൊരു സെഡാൻ, ഒരു കാണാൻ മെനയുള്ളൊരു സെഡാൻ എന്നൊക്കെ പറയാവുന്ന സാധനം എന്ന് പറഞ്ഞാൽ ദേവുവിൻ്റെ സീലോ എന്ന് പറഞ്ഞൊരു കാറ് ഉണ്ടായിരുന്നു. പിന്നീട് ഹോണ്ട സിറ്റി വരുന്നുണ്ട്, മിത്സുബിഷി ലാൻസർ വരുന്നു, ഫോർഡ് എസ്കോർട്ട്, ഫോർഡ് ഐക്കൺ, അത് കഴിഞ്ഞ് പിന്നെ ഫോർഡ് ഫിയസ്റ്റ വരുന്നുണ്ട്, പിന്നെ ഹൂണ്ടായി ആക്സെൻറ്റ്, ഹൂണ്ടായി ഇലൻട്ര, പിന്നെ 2000ൻ്റെ പകുതി 2003, 2004 ആയപ്പോഴത്തേക്കിന് ഹോണ്ട അക്കോർഡ് വരുന്നുണ്ട്, ടയോട്ട കൊറോള, ടയോട്ട കാംറി, ഇങ്ങനെയുള്ള പല വാഹനങ്ങളും വന്നു. അങ്ങനെ ഈ സെഡാൻ എന്ന് പറയുന്ന സെഗ്മെൻറ്റ്, അതായത് സി സെഗ്മെൻറ്റ്, ഡി സെഗ്മെൻറ്റ് സെഡാനുകൾ ഒരുപാടെണ്ണം ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അതിന് മുകളിൽ D+ സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ ലക്ഷറി BMW അല്ലെങ്കിൽ ഓഡി എന്നൊക്കെ പറയുന്ന ഓഡി A4, ഇതൊക്കെ ഇന്ത്യൻ വിപണിയിലേക്ക് ഇടിച്ചു കയറുന്നത് ഈ 2004 കഴിഞ്ഞുള്ളൊരു കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ സെഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഠ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലക്ഷറിയുടെയൊക്കെ സിമ്പിളായിരുന്നു. അതായത് നല്ല കാശുള്ളവന് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. തൊട്ട് താഴെ ഈ സെഡാൻ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ കാറൊക്കെ ഉള്ള, കാർ വാങ്ങാൻ ശേഷിയുള്ള ഒരു കൂട്ടർ മിഡിൽ ക്ലാസ്സിലും അപ്പർ മിഡിൽ ക്ലാസ്സിലും ഒക്കെ ആയിട്ടുണ്ട്. അവർ ഈ ഹാച്ച് ബാക്ക്, അതായത് നമ്മുടെ മാരുതി 800 അല്ലെങ്കിൽ മാരുതി 800 മുകളിൽ ഹുണ്ടായുടെ സാൻഡ്രോ പോലുള്ള കാറുകളുണ്ട്, അല്ലെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റ് കാറ്, അല്ലെങ്കിൽ i10, i20 എന്നൊക്കെ പറയുന്ന കാറുകളൊക്കെ ആ സമയത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു മിഡിൽ ക്ലാസ്സുകാരുടെ ഒരു വാഹന സങ്കല്പം, ഒരു വാഹന സ്വപ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡാൻ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. ഒരു സെഡാൻ, ഒരു നല്ലൊരു സെഡാൻ വാങ്ങിക്കണം, ഒരു സെഡാൻ എനിക്ക് സ്വന്തമാക്കണം എന്നൊക്കെയാണ്. ഈ ഒരു കാര്യം മണത്തെറിഞ്ഞ ഇന്ത്യൻ കാർ മാർക്കറ്റിലെ എക്കാലത്തെയും ലീഡർ എന്ന് പറയാൻ കഴിഞ്ഞാൽ നല്ല കാറുകൾ നിർമ്മിക്കുന്നില്ല, മാസ് എൻ്റർടൈനർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള നമ്മുടെ മാരുതി ഈ കാര്യം തിരിച്ചറിഞ്ഞിട്ട് മാരുതി ഒരു പണി അങ്ങോട്ട് കാണിച്ചു. അവരുടെ അക്കാലത്തെ ഏറ്റവും മികച്ച ഹാച്ച് ബാക്ക് ആയിരുന്ന സ്വിഫ്റ്റ്, അക്കാലത്തെ നല്ല മാരുതിയുടെ എല്ലാ കാലത്തെ ഏറ്റവും മികച്ച ഹാച്ച് ബാക്കാണ് മാരുതി സ്വിഫ്റ്റ്. മാരുതി ഈ സ്വിഫ്റ്റിലേക്ക് ഒരു ബൂട്ട് ഘടിപ്പിച്ചു. ബൂട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളികൾ ഡിക്കി എന്ന് വിളിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഘടിപ്പിച്ച് സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറഞ്ഞൊരു വണ്ടി വിപണിയിലിറക്കി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാരുതി ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ഡിസൈനർ, ഏറ്റവും വൃത്തികെട്ട ഡിസൈനുള്ളൊരു കാറായിരുന്നു ആദ്യ മോഡൽ സ്വിഫ്റ്റ് ഡിസയർ. ഫസ്റ്റ് ജനറേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മാരുതി അതിനെ നല്ല കാര്യമായ രീതിയിൽ ഇമ്പ്രൂവ് ഒക്കെ ചെയ്തു. ഏതായാലും സംഭവം ഡിസൈൻ കൊള്ളത്തില്ലെങ്കിലും ഇന്ത്യൻ വാഹന വിപണി കുതിച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു. അല്ല, ഇന്ത്യൻ വാഹന വിപണി ഇങ്ങനെ ഒരു സാധനം വന്നിരുന്നതെന്ന് ആഗ്രഹിച്ചിരുന്ന പോലെ ഈ സ്വിഫ്റ്റ് ഡിസയർ അങ്ങ് ഹിറ്റായി. ചൂടൊപ്പം പോലെ ഈ വണ്ടി വിറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു നല്ല ട്രെൻഡാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി പല വാഹന നിർമ്മാതാക്കളും, അതായത് ഹൂണ്ടായി i10 ബൂട്ട് വെച്ച് കൊടുത്ത് അതിനെ
ആക്സെൻ്റ് ആക്കുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഹോണ്ട ബ്രിയോ എന്ന് പറയുന്ന ഒരു ഹാച്ച് ബാക്കിനെ അമേസ് ആക്കി മാറ്റുന്നുണ്ട്. ബ്രിയോ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പുറത്തുപോയി, അമേസ് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഈ പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തത്, മികച്ച രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഡിസൈൻ വൈസ് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്തത് വോക്സ്വാഗൺ ആണ്. വോക്സ്വാഗൺ അവരുടെ പോളോ എന്ന് പറയുന്ന ബെസ്റ്റ് സെല്ലർ ഹാച്ച് ബാക്കിനെ വെൻഡോ ആക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തു. വെൻഡോ ആക്കി മാറ്റിയെടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെൻഡോ എന്ന് പറയുന്ന വോക്സ്വാഗണിൻ്റെ ആ കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു ട്രൂ യൂറോപ്യൻ സെഡാൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അവർ കൊണ്ടുവന്നത്. ഏതായാലും ഈ ഇത്തരത്തിലുള്ള ഈ തട്ടിക്കൂട്ട് സെഡാനുകൾ കൂടാതെ എല്ലാ മാനുഫാക്ചറിൻ്റെ ലായത്തിലും നല്ല ബെസ്റ്റ് സെഡാൻ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ധാരാളം സെഡാനുകൾ ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷേ ആ കാലത്ത് 2013 വരെയൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ശുഷ്കമായിരുന്ന വാഹന സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SUV-കളായിരുന്നു. അതായത് അക്കാലത്ത് ഒരു 30 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന SUV-കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളരെ ചുരുക്കമായിരുന്നു. അതായത് നമുക്ക് എടുത്തു പറയാവുന്ന 3 പേരുകളാണ്. അന്ന് ഫോർഡ് എൻഡവർ, രണ്ടാമത് മിത്സുബിഷി പജേറോ, പിന്നെ നമ്മുടെ ടൊയോട്ട ഫോർച്യൂണർ. പിന്നെ ഇതുകൂടാതെ നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ടാറ്റയുടെ സഫാരി, പിന്നെ ഥാർ വരുന്നുണ്ട്. ഥാറിനെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതുകൂടാതെ ഉള്ളതെല്ലാം MPV എന്ന് പറയുന്ന കാറ്റഗറി പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ടാറ്റ സുമോ ആയാലും അല്ലെങ്കിൽ മഹീന്ദ്ര ബൊലേറോ പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അതിനെ ഒരു MPV ആയിട്ട് കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ SUV സെഗ്മെന്റിലേക്ക് പെടുത്തുന്നില്ല. പിന്നെ SUV എന്ന് വിളിക്കാൻ പറ്റുന്ന വലിയ കാറുകൾ, അതായത് മെഴ്സിഡീസിന്റെ GL കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങൾ, അതായത് GL എന്നൊന്നും ആയിട്ടില്ല. അന്ന് GL എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് GLS എന്ന് വിളിക്കുന്ന വാഹനത്തിനെയാണ് അന്ന് GL ക്ലാസ്സിൽ പെടുത്തിയിരുന്നത്. നമ്മളിന്ന് GLE എന്ന് പറയുന്ന സാധനം ഒന്നുണ്ടായിരുന്നു, അത് M ക്ലാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ BMW X സീരീസ് കാറുകൾ, അതുപോലെ ലാൻഡ് റോവർ ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിയുടെ കാറുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലി ലക്ഷറീസ് ആയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, അതായത് 30 ലക്ഷത്തിന് മുകളിലോട്ടുള്ള അല്ലെങ്കിൽ 50 ലക്ഷമൊക്കെ കഴിഞ്ഞുള്ള വാഹനങ്ങളായിരുന്നു. അത് 2010-11 കാലഘട്ടത്തിലൊക്കെ ഈ ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ ഈ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഈ വമ്പൻ SUV-ക്ക് അന്ന് ഏതാണ്ട് 18-20 ലക്ഷം രൂപ മാത്രമായിരുന്നു വില. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ വിറ്റുപോയിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ഹാച്ച് ബാക്കുകളും അതിനൊപ്പം കുറേ സെഡാനുകളും പിന്നെ വിരലിലെണ്ണാവുന്ന ചില SUV-കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ വാഹന വിപണിയെ തലകീഴായി മറിച്ചൊരു സംഭവം ഉണ്ടാകുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടിയാണ്. അതായത് ഫ്രഞ്ച് മാനുഫാക്ചറായിട്ടുള്ള റെനോ ഒരു പുതിയ ക്ലാസ് വാഹനവുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്. ആ വാഹനത്തിൻ്റെ പേര് ഡസ്റ്റർ എന്നാണ്. ഈ ഡസ്റ്റർ വന്നിട്ട് കോമ്പാക്റ്റ് SUV എന്ന് പറഞ്ഞ ഒരു വാഹന സെഗ്മെൻറ്റ് ഇന്ത്യൻ വാഹന വിപണിയിൽ തുറക്കുകയാണ്. അപ്പോൾ കോമ്പാക്റ്റ് SUV നമ്മൾ ഇന്ന് പറയുന്ന പോലെയല്ല. ഡസ്റ്റർ എന്ന് പറയുന്ന ആ വാഹനം വളരെ കേപ്പബിളായിട്ടുള്ള ഒരു വാഹനമായിരുന്നു. വളരെ കേപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാമ്പത്തിക മാന്ദ്യം, അതായത് 2010 കഴിഞ്ഞിങ്ങോട്ട് വന്ന സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഫലമായിട്ട് യൂറോപ്യൻസിന് വലിയ വാഹനങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേന് വളരെ മികച്ച കേപ്പബിലിറ്റിയുള്ള എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു SUV നിർമ്മിച്ച് മാർക്കറ്റ് തിരികെ പിടിക്കാൻ വേണ്ടി റെനോ നടത്തിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു ഒന്നാം തരം പ്രോഡക്റ്റായിരുന്നു നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന ഈ ഫസ്റ്റ് ജനറേഷൻ റെനോ ഡസ്റ്റർ. ഇത് ഇന്ത്യൻ വിപണിയിൽ വളരെ അങ്ങ് ഹിറ്റായി. അതായത് സാധാരണ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന SUV-കൾ അന്ന് ഇല്ലായിരുന്നു വേണം പറയാം. മഹീന്ദ്ര സ്കോർപിയോ ഉണ്ട്, അല്ലെങ്കിൽ ടാറ്റ സഫാരി ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഒരു പ്രോപ്പർ SUV, അല്ലെങ്കിൽ നമുക്ക് ടൗണിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു കാർ ഇന്ത്യൻ വാഹന വിപണിയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗ്യാപ്പാണ് റെനോ ഇവിടെ ഫില്ല് ചെയ്യുന്നത്. ഏതായാലും ഡസ്റ്റർ അങ്ങേറ്റം ഹിറ്റായി. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കാലക്രമത്തിൽ ഈ ഡസ്റ്റർ ഇങ്ങനെ വിറ്റുപോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ലോക വിപണിയിൽ, അതായത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ യൂറോപ്യൻ മാർക്കറ്റിൽ പുതിയ ജനറേഷൻ ഡസ്റ്ററുകളൊക്കെ വന്നു. അങ്ങനെ 2 ജനറേഷൻ ഡസ്റ്ററുകൾ യൂറോപ്യൻ മാർക്കറ്റിൽ വന്നു പോയിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ആദ്യം കൊണ്ടുവന്ന ഫസ്റ്റ് ജനറേഷൻ ഡസ്റ്റർ മാത്രമാണ് റെനോ വിറ്റുകൊണ്ടിരുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് ഇതൊക്കെ മതി. ഇമാർക്ക് ഈ വണ്ടിയിൽ ചില ഗിമ്മിക്കൊക്കെ കാണിച്ച് ഒരു സൺറൂഫോ അല്ലെങ്കിൽ ഒരു എൻഫർടൈൻമെൻറ്റ്, ഒരു സ്ക്രീനുള്ള ടച്ച് സ്ക്രീനുള്ള എൻഫർടൈൻമെൻറ്റ് സിസ്റ്റമോ അല്ലെങ്കിൽ പുതിയ കളർ സ്കീമോ പുതിയ അലോയ് വീലോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇമാരത് മേടിച്ചുകൊണ്ട് പോയിക്കോളൂ എന്നുള്ളൊരു തോന്നലിൽ റെനോ ഈ വാഹനത്തെ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചില്ല. അത് പൊതുവെ ഈ യൂറോപ്യൻ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ അമേരിക്കൻ മാനുഫാക്ചേഴ്സിന് ഇന്ത്യൻ വിപണിയോടുള്ളൊരു സമീപനമാണ്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇത്രയും മണ്ടന്മാരാണോന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ ഷെവർലയുടെ ഒക്കെ കാര്യം എടുത്ത് നോക്കിയാൽ അവരുടെ കയ്യിൽ ഇത്രയും വണ്ടികൾ അവർക്ക് അമേരിക്കയിൽ ഉണ്ടായിട്ടും അതിൽ ഒരെണ്ണം പോലും കൊണ്ടുവരുന്നില്ല. ഈ ആർക്കും വേണ്ടാത്ത അല്ലെ കാലഹരണപ്പെട്ടു പോയ വണ്ടികളുമായിട്ട് ഇന്ത്യയിലേക്ക് വരും, അത് വിറ്റുപോകാതാകും, അതോടുകൂടി ഇമാർ ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകും. ഇതെന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഡസ്റ്റർ പതിയെ ഔട്ട്ഡേറ്റഡ് ആകാൻ തുടങ്ങി. അതായത് വളരെ കേപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാഹനമാണ്. ഞാൻ ഒരുപാട് ഓടിച്ചിട്ടുണ്ട് ഈ സാധനം. അതായത് ഡസ്റ്ററിൻ്റെ 4x4 കേപ്പബിലിറ്റി ഒന്നും ഇല്ലാത്തൊരു ഡസ്റ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ വലിയ അങ്ങേയറ്റം എക്സ്ട്രീം ഓഫ് റോഡിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ച്, നമുക്ക് ഓഫ് റോഡ് റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റിവർ ക്രോസിംഗ് ഒക്കെ നടത്തി വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഡസ്റ്റർ ഉപയോഗിച്ച് റെനോ തുറന്നു വെച്ച് ആ സെഗ്മെൻറ്റ് അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. റെനോ ആണ് അവിടെ കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും നടത്തുന്നുമില്ല. ഈ അവസരം നമ്മുടെ ഹുണ്ടായി അവരുടെ ക്രേറ്റയുമായിട്ട് വന്നിട്ട് ഈ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്തു പറഞ്ഞാൽ നല്ല മികച്ച രീതിയിൽ അങ്ങ് ഫില്ല് ചെയ്തു. അപ്പോൾ ഈ ക്രേറ്റ എന്ന് പറയുന്ന SUV-യും ഡസ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാലത്തും ഡസ്റ്ററിൻ്റെ 7 അയലത്തില്ലാത്തൊരു കാറാണ് ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ ക്രേറ്റ. പക്ഷേ
ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ, കംഫർട്ടിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ, ആ ലക്ഷറിയുടെ കാര്യത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡസ്റ്റനെ തൂത്തെറിയാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാറായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ക്രേറ്റ. പിന്നെ അങ്ങോട്ട് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് തലകീഴായി മറിയുന്നൊരു സംഭവമാണ് ഉണ്ടായത്. അതായത് ഹുണ്ടായി ക്രേറ്റ വരുന്നത്, ഹുണ്ടായി ക്രേറ്റ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ഗ്രേഡ് സംഭവമായിരുന്നു ആ കാലത്ത് ലോഞ്ച് ചെയ്ത സമയത്ത്. ഈ ക്രേറ്റ അതായത് ഹുണ്ടായി വെർണയ്ക്ക് മേളിൽ നിൽക്കുന്ന ഒരു വാഹനമായിരുന്നു. ഇത് മനസ്സിലാക്കിയ മാരുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ ടാര ബ്രീസ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് നമ്മുടെ ഇറക്കുകയാണ്. ഇത് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പാക്ട് XUV ആയിരുന്നു. ഈ സാധനവും ഹിറ്റായി. ഇതോടുകൂടി പല മാനുഫാക്ചേഴ്സും ഈ കോമ്പാക്ട് SUVക്ക് താഴെ നിൽക്കുന്ന SUVകൾ ഇറക്കാൻ തുടങ്ങി. അതായത് ടാറ്റ നെക്സോൺ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഹുണ്ടായി വെന്യൂ വരുന്നുണ്ട്, കിയ സോണറ്റ് വരുന്നു. ഇതൊക്കെ മിനി SUV എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. മിനി SUVക്ക് താഴെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും മൈക്രോ SUVകൾ വരുന്നു. അത് തന്നെയല്ല, താഴെയുള്ള പല ഹാച്ചുകളും SUV അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടോൾ ബോയ് ഡിസൈനിലുള്ള ഹാച്ചുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് SUVകളെ കൊണ്ടങ്ങ് നിറയാൻ തുടങ്ങി. അതായത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന കാറുകളിൽ 60% SUVകളാണ്. സെഡാൻ, അതായത് ഒരു കാലത്ത് ഇന്ത്യൻ മാർക്കറ്റ് അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സെഡാൻ ഇന്ന് ഏതാണ്ട് നാമമാത്രമായെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഹാച്ച് ബാക്കുകൾ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്ന ഹാച്ച് ബാക്കുകളുടെ വിൽപ്പനയിലും കാര്യമായ രീതിയിൽ വളരെ വലിയൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ക്രെറ്റ അല്ല, നമ്മൾ ജീപ്പ് കോമ്പസ് മുതൽ താഴേക്കുള്ള SUVകൾ എടുത്തു കഴിഞ്ഞാൽ ഇവയൊന്നും തന്നെ ടെക്നിക്കലി SUVകളല്ല എന്നുള്ളതാണ് സത്യം. ഇവയെല്ലാം ബേസിക്കലി ഹാച്ച് ബാക്കുകളാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിനെ ഞാൻ അങ്ങ് അടച്ച് പറഞ്ഞെങ്കിലും അതിൽ 1-2 എക്സെപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ടാറ്റ ഹാരിയർ അല്ലെങ്കിൽ മഹീന്ദ്ര ഥാറ്. പക്ഷേ ബാക്കി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ, ബാക്കി വരുന്ന ഈ റേഞ്ചിൽ വരുന്ന എല്ലാ SUVകളും ടെക്നിക്കലി ഹാച്ച് ബാക്കുകളാണ്, അല്ലെങ്കിൽ ഹാച്ച് ബാക്കുകളുടെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചെടുത്ത SUVകളുടെ രൂപമുള്ള കാറുകളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ ഒരു കാലത്ത് ഇന്ത്യൻ വാഹന വിപണിയിൽ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്ന ഈ ഹാച്ച് ബാക്കുകളെ ഇത്രയും വലിയൊരു പ്രീമിയം പ്രൈസ് കൊടുത്ത് SUV ആയി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, അതോ ഇതിനേക്കാളേറെ യാത്രാസുഖവും ഹാൻഡിലിങ്ങും ഒക്കെയുള്ള സെഡാനുകളിലേക്ക് നമ്മൾ തിരിയേണ്ട കാലം അതിക്രമിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ സെഡാൻ എന്ന് പറയുന്ന സാധനം ഇന്ന് ഇന്ത്യൻ വിപണിയിൽ വളരെ ശുഷ്കമാണ്. അതായത് നമുക്കിന്ന് അഫോർഡബിൾ ആയിട്ടുള്ള സെഡാനുകൾ, അതായത് ഒരു 20 ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു പ്രോപ്പർ സെഡാൻ എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ വിപണിയിൽ നമുക്ക് വിരലിലെണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പ്രോപ്പർ സെഡാനായിട്ട് കണക്കാക്കുന്ന ഒന്നാമത്തത് ഹോണ്ട സിറ്റിയാണ്, പിന്നെ ഹുണ്ടായി വെർണയുണ്ട്. പിന്നെ ഇച്ചിരി പ്രീമിയം കൊടുക്കാൻ റെഡിയാണെങ്കിൽ ടൊയോട്ട കൊറോള പോലുള്ള വാഹനങ്ങളും, സാഹചര്യങ്ങൾ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹുണ്ടായി ഇലൻട്ര പോലുള്ള മികച്ച കാറുകൾ ഇന്ത്യയിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇവിടുന്ന് തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ, അതായത് 2024 ഈ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു ഡെയിലി ഡ്രൈവർ ഞാൻ ഉദ്ദേശിച്ചത് എന്നും ഓഫീസിൽ പോവുകയും ഒരു വീക്കെൻഡിൽ ഒരു ലോങ് ഡ്രൈവ് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഡ്രൈവർക്ക്, ഒരു ഇന്ത്യൻ കോമൺ മാനെ സൂട്ടാകുന്നത് ഒരു കോമ്പാക്ട് SUV ആണോ അതോ അതേ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു സെഡാൻ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സെഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക്, സെഡാൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന, സെഡാൻ എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെഡേറ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് ഈ സെഡാൻ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. അപ്പോൾ സെഡേറ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു സിറ്റ്, ഇരിക്കാൻ പറ്റുന്ന, അത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടം എന്നുള്ളതാണ്. അത് സഞ്ചരിക്കുന്ന കസേര എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പം യൂറോപ്യന്മാർ ഇതിനെ സഞ്ചരിക്കുന്ന കസേര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പല്ലക്ക് എന്നൊക്കെ വിളിക്കുന്നൊരു സാധനമുണ്ട്. പണ്ട് രാജാക്കന്മാരെയൊക്കെ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നൊരു സൈറ്റ് ഉണ്ടല്ലേ, ഇതാണ് ബേസിക്കലി യൂറോപ്യന്മാർ ആ സെഡേറ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ച ഐറ്റം. അപ്പോൾ എങ്ങനെയാണ് ഈ പല്ലക്ക്, നമുക്ക് ഈ രാജാക്കന്മാരെ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന, നല്ല രാജകുമാരിമാരെയൊക്കെ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഈ പല്ലക്ക് ഒരു കാറായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. പല അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യൂറോപ്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഫ്രഞ്ച് മാനുഫാക്ചർ ആയിട്ടുള്ള റെനോ ഉണ്ടല്ലോ, റെനോ 1899 റെനോ വെർട്ടുറൈറ്റ് എന്ന് പറയുന്ന ഒരു 2 സീറ്റർ കാർ നിർമ്മിച്ചു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ സെഡാൻ എന്നാണ് പൊതുവെ ഫ്രഞ്ചുകാരും അതുപോലെ യൂറോപ്യൻസും ഒക്കെ അഭിപ്രായപ്പെടുന്നത്. അതേസമയം അറ്റ്ലാന്റിക്കിൻ്റെ മറുകരയിൽ അമേരിക്കൻസ് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ട്രൂ സെഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ മാനുഫാക്ചർ ആയിട്ടുള്ള സ്പീഡ് വെല്ല് 1911 ഒരു 4 സീറ്റർ കാർ നിർമ്മിക്കുകയുണ്ടായി. ഈ കാറാണ് ലോകത്തിലെ ആദ്യത്തെ സെഡാൻ എന്നാണ് അമേരിക്കക്കാരുടെ അഭിപ്രായം. അതല്ല, 1912 സ്റ്റുഡ്ബേക്കർ പുറത്തിറക്കിയ സ്റ്റുഡ്ബേക്കർ 4 ആണ് ലോകത്തിലെ ആദ്യത്തെ സെഡാൻ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അതായത് 1912 സ്റ്റുഡ്ബേക്കർ 4 അല്ലെ സ്റ്റുഡ്ബേക്കർ 6 എന്നൊക്കെ പറയുന്ന കാറുകൾ സെഡാൻ എന്ന പേരിലാണ് അതിനെ മാർക്കറ്റ് ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ പ്രശ്നമൊന്നുമല്ല, ഒരു SUV ആണോ അതോ ഒരു സെഡാൻ ആണോ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചേർന്ന കാർ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു ഡെയിലി ഡ്രൈവറിന് ഏറ്റവും സൂട്ടബിൾ ആകുന്ന കാറ് സെഡാൻ ആണോ SUV ആണോ എന്നതാണ്. അപ്പോൾ നമുക്കറിയാം SUV എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും അല്ലെങ്കിൽ 4x4 കേപ്പബിലിറ്റിയും ഒക്കെയുള്ള
വളരെ റഗഡ് ആയിട്ടുള്ള വാഹനങ്ങളെയാണ് നമ്മൾ SUV-കൾ എന്ന് പൊതുവെ വിളിക്കാറുള്ളത്. അതിൽ പലതും ലാഡർ ഫ്രെയിം ഷാസിയിലൊക്കെ ആയിരിക്കും നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അപ്പം ലാഡർ ഫ്രെയിം ഷാസിയിലൊന്നും അല്ലാത്ത SUV-കളൊക്കെ ഉണ്ട്. അതായത് ഇന്നത്തെ വിഖ്യാതമായ പല ഡിഫൻഡർ പോലുള്ള SUV-കളൊക്കെ ഇറങ്ങുന്നത് മോണോകോക്ക് ഷാസിയിലാണ്. എന്നിരുന്നാലും വളരെ റഗഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ലുക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ മികച്ച റോഡ് പ്രസൻസ് ഉള്ള, വളരെ ഇമ്പോസിംഗ് ആയിട്ടുള്ള ലുക്കുള്ള കാറുകളാണ് ഈ SUV-കൾ. അപ്പോൾ ഇങ്ങനെ SUV-കളെ കുറിച്ച് നമുക്ക് വാദോരാതെ പറയാൻ ഒരുപാട് വിശേഷണങ്ങളുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ സെഡാൻ എന്ന് പറയുന്ന വാഹനത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? എന്താണ് ഒരു സെഡാൻ? ഒരു സെഡാൻ്റെ ഡെഫിനിഷൻ, അല്ലെങ്കിൽ സെഡാൻ എന്ന് പറഞ്ഞ വാഹനത്തെ നമുക്ക് എങ്ങനെ ഒന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും? അപ്പോൾ സെഡാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട്, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ പറയാൻ സാധിക്കും. ഒരു ഡിസ്റ്റിങ്ക്റ്റ് 3 ബോക്സ് ഡിസൈനിൽ വരുന്ന ഒരു കാറാണ് സെഡാൻ. അപ്പോൾ ഈ 3 ബോക്സ് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എഞ്ചിനും പാസഞ്ചേഴ്സിനും അതുപോലെ ലഗേജിനും പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകൾ ഈ വാഹനത്തിലുണ്ടായിരിക്കും. പ്രത്യേകം വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സെഡാൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സെഡാൻ എന്ന് വിളിക്കുന്ന ചില വാഹനങ്ങൾ, പല വാഹനങ്ങൾക്കും ഈ ഡെഫിനിഷൻ സൂട്ടബിൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കോഡ ഒക്ടോവിയ പോലുള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ് ബാക്ക് എന്ന് പറയുന്ന ഡിസൈനിൽ വരുന്ന പല വാഹനങ്ങൾ, ഓഡിയുടെ A7 അല്ലെങ്കിൽ S7 എന്നൊക്കെ പറയുന്ന വാഹനങ്ങൾ, ഇങ്ങനെ പല വാഹനങ്ങളും ഈ ഒരു ഡിസൈനിലേക്ക് വരണമെന്നില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും അവയെ സെഡാനായിട്ടാണ് കണക്കാക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മറുവശത്ത് SUV-കളായിട്ടൊക്കെ കണക്കാക്കുന്ന പല ക്രോസ് ഓവറുകൾക്കും ഈ ഡെഫിനിഷൻ സൂട്ടാകുകയും ചെയ്യും. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് കൂടുതൽ ചൂട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഒരു കാര്യം എനിക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഒരു ഡെയിലി ഡ്രൈവറെ സംബന്ധിച്ചുള്ള ഏറ്റവും സൂട്ടബിൾ ആകുന്ന വാഹനം ഒരു സെഡാൻ തന്നെയാണ്. അപ്പോൾ ഡെയിലി ഡ്രൈവർ, അല്ലെ ഡെയിലി യൂസ് എന്നുള്ളതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പോയിൻ്റ് എയിൽ നിന്നും പോയിൻ്റ് ബിയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കും തിരിച്ചു ഓഫീസിൽ നിന്നും വീട്ടിലേക്കും ഡെയിലി ഡ്രൈവ് ചെയ്യുന്ന, അതുപോലെ തന്നെ വീക്കെൻഡിൽ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ഒരു സാധാരണ വ്യക്തി, ഒരു സാധാരണ കാർ യൂസറെയാണ് ഞാൻ ഡെയിലി ഡ്രൈവർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ലോകത്തുള്ള 90% കാർ ഓണേഴ്സും ഏതാണ്ട് ഇത്തരത്തിൽ വാഹനം ഉപയോഗിക്കുന്നവരായിരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും സൂട്ടാകുന്ന വാഹനം സെഡാനായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ ഒരു വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര, അതായത് നല്ല യാത്രാസുഖം തരുന്ന, നല്ല മികച്ച രീതിയിൽ ഹാൻഡിലിംഗ് ഉള്ള, നല്ല സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന, എല്ലാത്തിനും ഉപരിയായിട്ട് നല്ല മൈലേജ് തരുന്ന വാഹനങ്ങൾ. ഇതിപ്പോഴേക്കാണ് ഒരു സാധാരണ കാർ യൂസർ, ഒരു സാധാരണ ഒരു ഡെയിലി ഡ്രൈവർ ഒരു കാറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എഞ്ചിൻ്റെ കരുത്തും പെർഫോമൻസും ഒന്നും ഒരു ഡെയിലി ഡ്രൈവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മളതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഹാൻഡിലിംഗ്, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ മൈലേജ്, ഇവയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ ഡിസൈനാണ്. കാറിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ എയറോ ഡൈനാമിക്സ്, കാറിൻ്റെ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ എയറോ ഡൈനാമിക്സ്, ആ എയറോ ഡൈനാമിക് ഡിസൈനാണ് ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നത്. അപ്പോൾ എയറോ ഡൈനാമിക്സ്, അല്ലെ കാറിൻ്റെ എയറോ ഡൈനാമിക് ഡിസൈൻ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, കാറിൻ്റെ എവല്യൂഷൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യകാല കാറുകളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേനറിയാം, ഒരു കുതിരവണ്ടിയിൽ നിന്ന് കുതിരകളെയൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അതിലേക്കൊരു എഞ്ചിൻ ഘടിപ്പിച്ച ഒരു രൂപം, അല്ലെ ആ പറയുന്ന കുതിരവണ്ടി അല്ലെങ്കിൽ കാട്ടെന്നൊക്കെ പറയുന്ന ആ സാധനത്തിലേക്ക് ഒരു എഞ്ചിൻ ഘടിപ്പിച്ച ഒരു രൂപമായിരുന്നു ആദ്യകാലത്തെ കാറുകൾക്കൊക്കെ ഉള്ളത്. പിന്നെ പടിപടിയെ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകളുടെ വരവോടുകൂടി കാറിൻ്റെ വേഗത ക്രമാതീതമായി വർദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി കാറിൻ്റെ രൂപവും മാറാൻ തുടങ്ങി. ഇന്ന് ഒരു മോഡേൺ കാറിൻ്റെ ഡിസൈനിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഈ എയറോ ഡൈനാമിക്സ്. അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തു ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഭൗമോപരിതലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷ വായു അതിനുമേൽ വളരെ വലിയ സമ്മർദ്ദം ചെലുത്തും. വേഗത എത്ര കണ്ട് വർദ്ധിക്കുന്നു, ആ സമ്മർദ്ദത്തിൻ്റെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഒരു വാഹനത്തിന് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് എയറോ ഡൈനാമിക് ഡിസൈൻ. അപ്പോൾ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു എത്ര കൊണ്ട് എയറോ ഡൈനാമിക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിൻ്റെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ആ വാഹനം എത്ര കണ്ട് എയറോ ഡൈനാമിക് ആണെന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഏകകമാണ് ഈ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ എന്താണ് ഡ്രാഗ് കോഎഫിഷ്യൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, അന്തരീക്ഷത്തിലൂടെ അല്ലെങ്കിൽ ഭൗമോപരിതലത്തിലൂടെ ഒരു വസ്തു സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷം അതിന് മേലൊരു സമ്മർദ്ദം ചെലുത്തും. ഈ സമ്മർദ്ദത്തെ നമ്മൾ ഡ്രാഗ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് ആ ഡ്രാഗിനെ എത്ര കണ്ട് അതിജീവിക്കാൻ സാധിക്കുന്നു, അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് അതിന് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഡിസൈനും ഡ്രാഗ് കോഎഫിഷ്യൻ നമ്മളൊന്ന് ബന്ധിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വാഹനം അല്ലെങ്കിൽ ഒരു വസ്തു എത്ര കണ്ട് എയറോ ഡൈനാമിക് ആകുന്നു അത്ര കണ്ട് ആ ഡ്രാഗ് കോഎഫിഷ്യൻ്റെ വാല്യൂവും കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒരു കാറിലേക്ക് വരികയാണെങ്കിൽ കാറിൻ്റെ
ബോണറ്റിൻ്റെ രൂപവും അതുപോലെ തന്നെ റിയർ എൻഡിൻ്റെ രൂപവും ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സെഡാൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് ഒരു SUV-യേക്കാളും എപ്പോഴും കുറവായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സെഡാൻ്റെ രൂപം ഒരു SUV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലീക്കാണ്, SUV വളരെ ബോക്സിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു സെഡാൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് SUV-യേക്കാളും കുറവായിരിക്കും. പക്ഷേ ഇവിടെ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ സെഡാൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് ഇന്ന് നിലവിലുള്ള ഏതൊരു ഹൈ എൻഡ് സ്പോർട്സ് കാറിനേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് ലംബോർഗിനി അവൻ്റഡോറോ അല്ലെങ്കിൽ ബുഗട്ടി വിയോണോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ സാധാരണ ഒരു സെഡാൻ, നമ്മുടെ സാധാരണ ഹോണ്ട സിറ്റിയുടെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് അതിനേക്കാളും വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ സെഡാന ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് 0.25 to 0.35 CD ആയിരിക്കും. CD എന്നുള്ള യൂണിറ്റിലാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു SUV-യുടെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു 0.35 to 0.45 CD ആ ഒരു റേഞ്ചിലായിരിക്കും. ഇതേ സമയം ഒരു സ്പോർട്സ് കാറിൻ്റെ, ഒരു ഹൈ എൻഡ് സ്പോർട്സ് കാറിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് 0.35 to 0.4 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ നുണ പറയുന്നതാണ്, ഇങ്ങനെ നിലത്തോട് ചേർന്ന് കിടക്കുന്ന വളരെ സ്ലീക്കായിട്ടുള്ള ഡിസൈനുള്ള സ്പോർട്സ് കാറിൻ്റെ എയറോഡൈനാമിക് എഫിഷ്യൻസി എങ്ങനെയാണ് ഒരു സാധാരണ സെഡാനേക്കാളും കൂടുതലാണെന്ന് തോന്നിപ്പോയേക്കാം. പക്ഷേ ഒരു സ്പോർട്സ് കാറിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് വർദ്ധിക്കാൻ അതിൻ്റേതായ കാരണമുണ്ട്. അതായത് സ്പോർട്സ് കാറിൻ്റെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം അതിൽ പല ഡിസൈൻ എലമെൻസും കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സ്പോയിലർ പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ സ്പോർട്സ് കാറുകൾ, ഈ ഹൈ എൻഡ് സ്പോർട്സ് കാറുകൾ കാർബൺ ഫൈബർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവയിൽ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ വലിയ എഞ്ചിനുകളുമായിരിക്കും ഉള്ളത്. അപ്പോൾ ഇത്തരം എഞ്ചിനുകൾ ഈ കാറിന് കൊടുക്കുന്ന പവർ ഡെലിവറി, ആ ഇനിഷ്യൽ പവർ ഡെലിവറി എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായ പവർ ഡെലിവറി ആയിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു പവർ ഡെലിവറി ഭാരം കുറഞ്ഞ ഇത്തരം ഒരു സ്പോർട്സ് കാറിലേക്ക് വരുമ്പോഴത്തേന് ആ കാറ് നിലത്തുനിന്നും പിടിവിട്ട് ആകാശത്തേക്ക് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏതാണ്ട് ഒരു വിമാനം പറക്കുന്ന പോലെ അങ്ങ് പറന്നു പോകും. വിമാനം പറക്കുന്ന പോലെ ഈ കാറിന് പറക്കാൻ പറ്റത്തില്ല. വിമാനം ആകാശത്തൂടെ പറക്കാൻ വേണ്ടിയുള്ള ഡിസൈനിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കാറിൻ്റെ ഉദ്ദേശം നിലത്തോട് ഓടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് വളരെ കുറച്ച് കഴിഞ്ഞാൽ ഈ കാറുകൾ സ്റ്റാർട്ടായി അവിടെ മുന്നോട്ട് എടുക്കുമ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കി ഡൗൺ ഫോഴ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ത്രസ്റ്റ് മാക്സിമം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്പോർട്സ് കാറുകളുടെ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് വർദ്ധിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരം സ്പോർട്സ് കാറുകളൊന്നും നമ്മുടെ ഒരു ഡെയിലി ഡ്രൈവറുടെ പെർവിയിലേക്ക് വരുന്ന കാര്യങ്ങളെയല്ല. കാരണം അത്തരം കാറുകളൊക്കെ ഓടിക്കണമെങ്കിൽ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള റോഡുകൾ മാത്രം പോരാ, മികച്ച ട്രാക്കുകൾ തന്നെ പലപ്പോഴും വേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പോർട്സ് കാറുകളെക്കാളും കുറഞ്ഞ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ആണ് സെഡാനുകൾക്കുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതുകൊണ്ട് നമുക്കെന്താണ് ഉപയോഗം? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്താണ് ഇങ്ങനെ ഒരു ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറയുന്നതുകൊണ്ട് പ്രാക്ടിക്കലി ഉള്ള പ്രയോജനം എന്താണ്? അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് കുറഞ്ഞ് വാഹനം ഹൈലി എയറോഡൈനാമിക് ആയിട്ട് മാറുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ SUV-കളെക്കാളും മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി എപ്പോഴും സെഡാനുകൾക്കായിരിക്കും എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്ര നിങ്ങൾ മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള SUV-കളല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഫോർച്യൂണറോ അല്ലെങ്കിൽ പജേറോ പ്രാഡോ ഒന്നും പോലുള്ള വാഹനങ്ങൾ നമ്മളിവിടെ കൺസിഡറേഷൻ എടുക്കുന്നത്. നമ്മൾ ജീപ്പ് കോമ്പസിന് താഴേക്ക് വരുന്ന സ്യൂഡോ SUV-കളായിട്ടുള്ള വാഹനങ്ങളാണ് പൊതുവെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് SUV-കൾ എന്ന് വിളിക്കുന്നത്. അവയ്ക്ക് ഈ പറഞ്ഞ ഹൈ എൻഡ് SUV-കൾ അല്ലെങ്കിൽ മികച്ച റഗഡ് SUV-കളെക്കാളും മികച്ച എയറോഡൈനാമിക് ഡിസൈനൊക്കെയുള്ള വാഹനങ്ങളാണ്. എന്നിരുന്നാലും ഈ സ്യൂഡോ SUV-കളെയും സെഡാനുകളായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് മൈലേജിൽ കാര്യമായുള്ളൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. കാര്യമായെന്ന് പറഞ്ഞാൽ നോട്ടബിൾ ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൂണ്ടായുടെ ഏറ്റവും അധികം വിറ്റുപോകുന്ന ഒരു SUV ഉണ്ട്, ഹൂണ്ടായി ക്രെറ്റ എന്ന് പറയുന്നത്. ഹൂണ്ടായി ക്രെറ്റയും ഹൂണ്ടായി ഇന്ന് ഇന്ത്യയിൽ വിൽക്കുന്ന ഒരേ ഒരു സെഡാനായിട്ടുള്ള വെർണയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ക്രെറ്റയും അതേ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വെർണയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വെർണയ്ക്ക് ക്രെറ്റയേക്കാൾ മൈലേജ് കൂടുതലാണെന്നുള്ള കാര്യം. അത് വെർണയുടെ സ്പെസിഫിക്കേഷൻ ഷീറ്റിൽ കൊടുത്തിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 18.6 km/ലിറ്റർ ആണ്. അതേസമയം ക്രെറ്റയുടെ സ്പെസിഫിക്കേഷൻ ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത് 17 km/ലിറ്റർ ആണ്. ഇതേ കാര്യം തന്നെ നമുക്ക് ഹോണ്ടയിലും കാണാൻ സാധിക്കും. അതായത് ഹോണ്ടയുടെ കോമ്പാക്ട് SUV ആയിട്ടുള്ള എലിവേറ്റിനെയും അതുപോലെ ഹോണ്ട സിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്താലും മൈലേജിൽ ഇതുപോലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് എലിവേറ്റിൻ്റെ മൈലേജ് ഏതാണ്ട് 15.3 km/ലിറ്റർ ആണ്. അതേസമയം ഹോണ്ട സിറ്റിയുടെ മൈലേജ്
8 km/L ആണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ കമ്പാരിസണിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഈ കമ്പാരിസൺ നമ്മുടെ വോക്സ്വാഗൻ്റെയും സ്കോഡയുടെയും അല്ലെങ്കിൽ മാരുതിയുടെയും ഒക്കെ വാഹനങ്ങളുടെ സ്പെസിഫിക്കേഷൻ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അവിടെയെല്ലാം നമുക്ക് ഈ തരത്തിലുള്ള ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇനി മൈലേജിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഡ്രാഗ് കോഫിഷ്യൻ്റ് വേറെയും റോളുണ്ട്. അതായത് കാറിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും കാര്യമായ സ്വാധീനം ഈ ഡിസൈൻ, ഈ ഡ്രാഗ് കോഫിഷ്യന് ചെലുത്താൻ സാധിക്കും. അതായത് ഒരു വാഹനത്തിന് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതും അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ മൃഗീയമായ ടെസ്റ്റുകളൊന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ മൈലേജിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ തന്നെ ഒരേ കമ്പനിയുടെ തന്നെ ഒരേ എഞ്ചിനുള്ള 2 വാഹനങ്ങളെ, ഒരു സെഡാനെയും ഒരു SUVയെയും വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡോമീറ്റർ വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഇപ്പോൾ ഹോണ്ട സിറ്റിയുടെ സ്പീഡോമീറ്റർ കാണിക്കുന്ന ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 220 km/h ആണ്. ഇതേ സാധനം ഹോണ്ട എലിവേറ്റിൻ്റെ കാര്യത്തിൽ 180 km/h മാത്രമേ കാണിക്കുന്നുള്ളൂ. അതായത് ഏതാണ്ട് 40 കിലോമീറ്ററോളം കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു വെറും അച്ചടിപ്പശമായിട്ട് ഈ മീറ്റർ ഉണ്ടാക്കിയതിന് പറ്റിയ ഒരു കയ്യബദ്ധമായിട്ടൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഈ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി വളരെ ചിന്തിച്ച് വളരെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ ഈ ഹോണ്ട എലിവേറ്റർ എന്ന് പറയുന്ന വാഹനം 200 കിലോമീറ്ററിന് മുകളിലോട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ അവൻ ആ നിമിഷം തന്നെ സ്വർഗത്തിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ 150 കിലോമീറ്ററൊക്കെ ആക്കിയിട്ട് ആ ടോപ്പ് സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമുക്കതിനെക്കുറിച്ച് വീണ്ടും സമയം പോലെ ചർച്ച ചെയ്യാം. ഇനി ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഒരു സെഡാൻ ഒരു SUVയെക്കാളും എന്തുകൊണ്ടും മികച്ചതാണ്. അപ്പോൾ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാഹനത്തിന് ഹാൻഡിലിങ്ങിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം SUVകളെല്ലാം വളരെ ഉയരം കൂടിയ വളരെ വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ബോക്സി ഡിസൈനൊക്കെ ആയിരിക്കും എല്ലാ SUVകളും പൊതുവെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വാഹനങ്ങൾ, ഇത്തരം ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഉയരം കൂടിയ വാഹനങ്ങളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഉയരത്തിലേക്ക്, അതുപോലെ തന്നെ വളരെ എയറോഡൈനാമിക് ആയിട്ടുള്ള നിലത്തോട് വളരെ ചേർന്ന് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വളരെ സ്ലീക്ക് ഡിസൈനുള്ള ഉയരം കുറഞ്ഞ ഒരു സെഡാനെ സംബന്ധിച്ചിടത്തോളം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭൂമിയോട് വളരെ ചേർന്നുമായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ എന്താണ് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഒരു വസ്തുവിലെ ഒരു പ്രത്യേക പോയിൻ്റാണത്. അതായത് ആ പോയിന്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് വണ്ടിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വണ്ടി നമ്മൾ ഒരു വളവ് വീശുമ്പോഴോ അല്ലെങ്കിൽ വളരെ വലിയൊരു വിഗറസ് ആയിട്ടൊരു ടേൺ എടുക്കുമ്പോഴോ ഒക്കെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കടന്നു പോകുന്ന ആക്സിസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ വാഹനം ബാലൻസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിലത്തു നിന്നും വളരെ ഉയരത്തിലാണെങ്കിൽ ആ വാഹനം ടോപ്പിൾ ചെയ്ത് പോകാനുള്ളൊക്കെ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അത് പൊതുവെ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടിയുടെ മ്യൂൾ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. SUVകൾ വളരെ വിഗർസ് ആയിട്ടൊരു ടേൺ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വശത്തെ വീലുകൾ നിലത്തുനിന്ന് പൊങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വണ്ടി ടോപ്പിൾ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വണ്ടി ടോപ്പിൾ ചെയ്തില്ലേ പോലും നമ്മൾ ടേണിംഗ് ഒക്കെ എടുക്കുമ്പോഴത്തേന് വണ്ടി സാമാന്യം നല്ല സ്പീഡിൽ വന്നൊരു ടേണൊക്കെ എടുക്കുമ്പോഴത്തേന് വണ്ടിക്കുള്ളിൽ വളരെ വലിയ ബോഡി റോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ബോഡി റോൾ എന്ന് പറയുന്ന സംഭവം നമുക്കറിയാം യാത്രാസുഖം എന്ന് പറയുന്ന കാര്യം ഇല്ലാതാക്കുന്ന സംഭവമാണ്. അതായത് വണ്ടിയുടെ പിൻ സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ യാത്ര ദുസ്സഹമാക്കുന്ന ഒരു സംഭവമാണ് ഈ ബോഡി റോൾ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു SUVയെ സംബന്ധിച്ചിടത്തോളം അതിന് സെഡാനേക്കാളും എപ്പോഴും ബോഡി റോളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ബോഡി റോളൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് കാര്യമായ രീതിയിൽ കുറച്ചുകൊണ്ട് വരാനുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മറുവശം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പ്രത്യേകിച്ച് ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വളരെ സുഖകരമായിട്ട് വളരെ മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ഒരു സെഡാനിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര മികച്ച ഹാൻഡിലിംഗ് യാത്രാസുഖമൊക്കെ തരുന്ന ഒരു വാഹനമായി മാറും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് തന്നെ ഹാൻഡിലിംഗ് എന്ന് പറയുന്ന സാധനം ഇന്ത്യൻ റോഡുകളിലൂടെ വാഹനം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ന് റോഡുകളുടെ അവസ്ഥയൊക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് വെളിയിൽ നമ്മളൊരു ഏതൊരു റോഡിലൂടെയും വാഹനം ഓടി, അതിപ്പോൾ ഹൈവേ ആയിക്കോട്ടെ, എക്സ്പ്രസ് ഹൈവേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ റോഡായിക്കോട്ടെ, അത്തരത്തിൽ ഏത് റോഡിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോഴത്തേക്കിന് നമുക്ക് എപ്പം വേണമെങ്കിലും നമ്മുടെ മുന്നിലേക്ക് ഒരു കാളയോ പശുവോ പട്ടിയോ അല്ലെങ്കിൽ ഒരു ബോധമില്ലാതെ വണ്ടി ഓടിച്ചു പോകുന്ന ഏതെങ്കിലും ഒരുത്തനൊക്കെ ചാടി വരാനുള്ള സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ അപകടം ഒഴിവാക്കാൻ വേണ്ടി മികച്ച ഹാൻഡിലിംഗ് ഉള്ള വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നമുക്ക് സഹായകരമായിരിക്കും. പിന്നെ നമ്മൾ ഇന്ത്യൻസ് പൊതുവെ കൺസിഡർ ചെയ്യാത്ത മറ്റൊരു കാര്യങ്ങളൂടെ ഉണ്ട്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ വാഹന നിർമ്മാതാക്കൾ പൊതുവെ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ പൊതുവെ പെർവിയിലേക്ക് വരാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെഡസ്ട്രിയൻ സേഫ്റ്റിയാണ്. അതായത് കാൽനട യാത്രക്കാരൻ്റെ സുരക്ഷ. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാഹനം ചെയ്യുന്ന കാൽനട യാത്രക്കാരനെ ഇടിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു SUV ആയിരിക്കുമോ ഒരു സെഡാൻ ആയിരിക്കുമോ അയാൾക്ക് കൂടുതൽ ആഘാതം ഏൽപ്പിക്കുന്നത്? അപ്പോൾ SUV എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഉയരമുള്ള വാഹനമാണ്. ഇത്ര ഒരു വാഹനം ചെയ്യുന്ന ഒരാളെ ഇടിക്കുകയാണെങ്കിൽ ആ ഇടി കൊള്ളുന്നത്
ആ യാത്രക്കാരൻ്റെ, ആ വഴി യാത്രക്കാരൻ്റെ അരയ്ക്ക് മേളോട്ടുള്ള ഭാഗത്തായിരിക്കും. ഈ അരയ്ക്ക് മേളോട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ വൈറ്റൽ ഓർഗൻസ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അത് അയാൾക്ക് ജീവഹാനി വരുത്തുന്ന രീതിയിലുള്ള പരിക്കേൽപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയല്ല, ഈ ഇടി കൊള്ളുന്നതോടുകൂടി അയാൾ മുന്നോട്ട് ആഞ്ഞ് ഇയാളുടെ തല വന്ന് ഈ SUVയുടെ മുന്നിൽ അടിച്ച് തകരാനുള്ള സാധ്യതയും ഉണ്ട്. മറുവശത്ത് ഒരു സെഡാനാണ് ഇടിക്കുന്നതെങ്കിൽ സെഡാൻ്റെ ഉയരം ബോണറ്റിൻ്റെ ഉയരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇടി മിക്കപ്പോഴും ഏൽക്കുന്നത് അരയ്ക്ക് താഴോട്ടായിരിക്കും. അപ്പം കാലുകൾ തകർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടായാലും വൈറ്റൽ ഓർഗൻസിൽ വലിയ ആഘാതം ഏൽക്കാനുള്ള സാധ്യത കുറവാണ്. അതുതന്നെയല്ല, ഈ കാലുകളിൽ ഇടിയേറ്റ് ഇയാൾ വീഴുന്നത് ബോണറ്റിൻ്റെ മുകളിലേക്കായിരിക്കും. അതായത് ബോണറ്റിൻ്റെ മുൻഭാഗത്തല്ല, ഈ ബോണറ്റിൻ്റെ കവറിൻ്റെ മുകളിലേക്കായിരിക്കും വീഴുന്നത്. ബോണറ്റ് കവർ എന്ന് പറയുന്ന സാധനം ഫ്ലെക്സിബിളാണ്. അതായത് കമ്പാരിറ്റീവ്ലി വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ അപേക്ഷിച്ച് ഫ്ലെക്സിബിളാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീഴുമ്പോഴത്തേക്കിന് അയാൾക്ക് കൂടുതൽ പരിക്കേൽക്കാനുള്ള സാധ്യത ഒഴിവാകുകയും ചെയ്യും. ഇതും വാഹനത്തിൻ്റെ സ്പീഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. എന്നിരുന്നാലും ഒരു SUV ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സെഡാൻ ഒരു വഴിയാത്രക്കാരൻ്റെ മേലെ ഉണ്ടാക്കാവുന്ന ആഘാതം, ഇടിയുടെ ആഘാതം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇതിനോട് ഞാൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ മൈലേജിൻ്റെ കാര്യത്തിലും ഇനിയും സേഫ്റ്റിയുടെ കാര്യത്തിലും യാത്രാ സുഖത്തിൻ്റെ കാര്യത്തിലും എല്ലാം SUVകളെക്കാളും വളരെ മികച്ചതാണ് സെഡാൻ എന്നാണ്. അപ്പോൾ നമുക്ക് മറുവശത്ത് ഇങ്ങനെ വാദിക്കാം, വളരെ മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള SUVകൾക്ക് ഓഫ് റോഡിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഓഫ് റോഡിലെ പെർഫോമൻസ് മാത്രമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു മോശം റോഡിലൂടെ അല്ലെങ്കിൽ ഒരു റോഡില്ലാത്ത സ്ഥലത്തൂടെയൊക്കെ ഒരു വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സെഡാനുകളെക്കാളും മികച്ച രീതിയിൽ നമുക്ക് SUVകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന 95% ആൾക്കാരും ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള ഓഫ് റോഡിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്താറില്ല. പിന്നെ ഒരു ടിപ്പിക്കൽ ഓഫ് റോഡിങ് നടത്താൻ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് പെർഫോമൻസ് നടത്താൻ സൂട്ടബിൾ ആയിട്ടുള്ള വിരലിൽ എണ്ണാവുന്ന SUVകൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളൂ. അതായത് ഈ പറഞ്ഞ ക്രെറ്റ, എലിവേറ്റോ അല്ലെങ്കിൽ സോണറ്റോ, വെന്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ഓഫ് റോഡിന് പോവുകയാണെങ്കിൽ, ഓഫ് റോഡ് പെർഫോം ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ വണ്ടി ആയിട്ട് ഒരു പീസിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിയും വിവരമുള്ള ഒരു ഡ്രൈവറും ഈ പറഞ്ഞ ക്രെറ്റയോ സെൽറ്റോസോ എലിവേറ്റോ ഒന്നുമായിട്ട് ഓഫ് റോഡിങ്ങിന് ഒരിക്കലും പോകത്തില്ല. പിന്നെ റോഡ് കണ്ടീഷനും, ഒരു മോശം റോഡ് കണ്ടീഷനുള്ള വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യം, അതായത് നമ്മൾ ഇന്ത്യൻ റോഡുകളെക്കുറിച്ച് പൊതുവേ ആൾക്കാരെല്ലാം മോശം അഭിപ്രായമാണ് പറയാറുള്ളത്. എന്നിരുന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ റോഡുകളിലൊക്കെ നിലവാരം മികച്ചതായി വരുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല മികച്ച റോഡുകൾ ദിനംപ്രതി നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന് അതിൻ്റേതായ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും ഒരു 10 വർഷം മുമ്പുള്ള റോഡ് കണ്ടീഷനും ഇന്നത്തെ ഒരു ഇന്ത്യൻ റോഡ് കണ്ടീഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആനയെ ആടുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളൊരു SUV വാങ്ങാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അടുത്ത വണ്ടി ഒരു SUV വാങ്ങണം എന്നൊരു തീരുമാനത്തിലിരിക്കണം. SUV എന്നുള്ളത് ഉദ്ദേശിച്ചത് ഫോർച്യൂണർ പോലുള്ള വലിയ SUVകളല്ല, അത് വേറൊരു ലീഗാണ്. അല്ലെങ്കിൽ ഥാർ പോലുള്ള വാഹനങ്ങളെയല്ല, ഈ പറഞ്ഞ രീതിയിലുള്ള SUVയുടെ രൂപമുള്ള ഹാച്ച് ബാക്കുകൾ, നമ്മുടെ ജീപ്പ് കോമ്പസിന് താഴേക്ക് വരുന്ന വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ആ വാഹനങ്ങൾ, അത് ക്രെറ്റ, സെൽറ്റോസ്, എലിവേറ്റ്, മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള വാഹനങ്ങളുണ്ടല്ലോ, ഇത് വാങ്ങാനായിട്ട് നിങ്ങൾ റെഡി ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനം പോയി നല്ല മികച്ച രീതിയിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വാഹനം ഈ SUV ഞാൻ മേടിക്കാൻ പോവുകയാണെന്ന തീരുമാനം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ വെറുതെ പോയി ഈ പറഞ്ഞ ഹോണ്ട സിറ്റിയോ ഹൂണ്ടായി വെർണയോ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു സെഡാനും കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. അതിനുശേഷം മാത്രം ഈ SUV വാങ്ങുക എന്നുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, ഞാൻ SUV എന്ന് ഉദ്ദേശിച്ചത് നല്ല പ്രോപ്പർ ലാഡർ ഫ്രെയിം ഷാസിലുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ഓഫ് റോഡിങ് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു SUV അല്ല, ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മൾ ഇന്ത്യൻസ് ഇന്ന് SUV എന്ന് വിളിക്കുന്ന നമ്മുടെ റോഡുകൾ ഇന്ന് അടക്കി വാഴുന്ന സ്യൂഡോ SUVകളെ കുറിച്ചാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് കരുതുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ, ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.